യഥാർത്ഥത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നമ്മളിപ്പോ കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ കൂടി മലപ്പുറത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ലീഗ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പക്ഷേ ലീഗിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് ഒരു ആത്മവിശ്വാസത്തിലെത്തിയോ? ഇവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഘടകകക്ഷി നിയന്ത്രിക്കുക എന്നൊന്നും അർത്ഥമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും UDFന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായി രംഗത്തിറങ്ങുന്ന സ്വഭാവമാണ് മുസ്ലിം ലീഗിനുള്ളത്. അത് തൃക്കാക്കരയിലും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ ഞങ്ങൾ തുലം കുറവാണെങ്കിൽ പോലും ഉള്ള പ്രവർത്തകർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. UDFന്റെ എല്ലാ ഘടകകക്ഷികൾക്കും അതറിയാം. മലപ്പുറത്തിന്റെ ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശമാണ് നിലമ്പൂർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഞങ്ങളെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എല്ലാം മറന്ന് സജീവമായി രംഗത്തുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ അത് അംഗീകരിക്കുന്നുണ്ട്. മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു അഭിമാന പോരാട്ടമാണ് എന്നാണല്ലോ. സാധാരണഗതിയിൽ ഈ ഇടതു മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ലീഗിൽ നിന്നൊരു കുറച്ച് വിമത വോട്ടുകൾ, കോൺഗ്രസിന്റെ കുറച്ച് വിമത വോട്ടുകൾ. അങ്ങനെയാണ് PV അൻവർ ആണെങ്കിലും നേരത്തെ TK ഹംസയൊക്കെ ജയിച്ചിട്ടുള്ളത്. ഇത്തവണ അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് PV അൻവറിലേക്കോ സ്വരാജിലേക്കോ ഒക്കെ UDFനകത്തുനിന്നുണ്ടാകും എന്നാണ് മറ്റു മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ സങ്കല്പങ്ങൾ, ധാരണകൾ തെറ്റാണ് എന്ന് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വ്യക്തമാവും. UDFൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്കും ഉണ്ടാവില്ല. UDF ഒറ്റക്കെട്ടായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് ഒരു പ്രത്യേക കോസ് ഉണ്ടല്ലോ. ഒന്ന്, ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച UDF അല്ല. ഇതിന് കാരണം LDF ആണ്. LDFിലെ അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തല്ലും അവരുടെ തെറ്റായ നടപടികളോട് അതിനകത്തു നിന്ന് തന്നെ ഉയർന്നു വന്ന പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പിന് കാരണമായത്. സ്വാഭാവികമായും അത് റിസൾട്ടിൽ പ്രതിഫലിക്കും, ഒരു സംശയമില്ല. UDFന്റെ എല്ലാ സംസ്ഥാന ദേശീയ നേതാക്കളും നിലമ്പൂരിൽ ഉണ്ടായതുകൊണ്ട് UDFന്റെ അകത്ത് ഒരു വോട്ട് പോലും ചോരാനുള്ള ഒരു സാധ്യത ഇവിടെയില്ല. UDFന് വ്യക്തമായി ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അത് മുഴുവൻ പോൾ ചെയ്യും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. PV അൻവറിന്റെ രാജിയാണ് തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കിയത്. പക്ഷേ അൻവർ അവസാന നിമിഷം UDFന് ഒപ്പം നിന്നില്ല. അൻവർ LDF സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രചാരണം സജീവമാക്കുന്നത്. UDFും സമാനമായ ആരോപണം. അൻവർ ഉന്നയിച്ച ആശയം തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കുന്നത്. അങ്ങനെയെങ്കിൽ വോട്ട് വിഘടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ല. അങ്ങനെ ആശങ്കയുണ്ടോ UDFന്? അത് അൻവർ ഉന്നയിച്ച ആശയമാണ് UDF ഏറ്റെടുക്കുന്നത്. നല്ല ശരി, UDF കാലങ്ങളായി പറയുന്ന ആശയങ്ങൾ ശരിയാണ് എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അൻവർ സമ്മതിക്കുകയാണ് ചെയ്തത്. UDF ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ അതിന്റെ കെടുകാര്യസ്ഥതയും ഭരണ നെറികേടുകളും ക്രമസമാധാന തകർച്ചയും പോലീസിനെ നിർവീര്യമാക്കുന്നതും സംഘപരിവാറിന് പോലീസിനെ അടിമവേല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ UDF നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അൻവർ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയാം എന്ന് പറയുന്ന പോലെ കൂടെ കിടന്ന അൻവറിന് ഇത് കൂടുതൽ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞ് പുറത്തു വന്നപ്പോൾ UDFന്റെ അഭിപ്രായമായി അൻവറിന്റെ അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടായി. ആ ഗവൺമെന്റിനെ തകർത്തണം, ആ ഗവൺമെന്റ് ഇല്ലാതാക്കണം, അധികാരത്തിൽ നിന്ന് കളയണം എന്നതാണ് അൻവറിന്റെ ആഗ്രഹമെങ്കിൽ UDFനോടൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്താ? അൻവറിന് LDFനെ തോൽപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കുന്നത്, വോട്ടിന്റെ ഉപകാരം ഇല്ലാതാക്കുന്നത് സത്യത്തിൽ അൻവറാണ്. അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ, അൻവറിന് അത്തരം LDFന്റെ പിണറായിസത്തോട് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ ഇവിടെ പരാജയപ്പെടുത്താൻ പറ്റിയ അവസരമായിരുന്നു UDFന് വോട്ട് ചെയ്യുക എന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടോ അൻവറിന് സാധ്യമായില്ല. പക്ഷേ UDFന്റെ വോട്ട് കൊണ്ട് UDFന് വിജയിക്കാൻ കഴിയും.